നമുക്കറിയാം നമ്മുടെ നാട് നേരിട്ട വലിയ ദുരന്തം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. അവിടെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇന്നത്തെ ബജറ്റിലൂടെ. ദുരന്ത ബാധിതർക്കുള്ള ആദ്യഘട്ട വീടുകൾ അത് ഫെബ്രുവരി 3-ാം വാരം കൈമാറുമെന്ന് ധനമന്ത്രി ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പകൾ ഏറ്റെടുക്കാൻ ഇന്നലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്ന ടൗൺഷിപ്പിലെ 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുക. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കാകും ആദ്യ പരിഗണന. ഫെബ്രുവരി അവസാന വാരം ഈ വീടുകൾ കൈമാറുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു. സർ, ആ വാക്ക് പാലിക്കുകയാണ്. ഫെബ്രുവരി 3-ാം വാരത്തോടെ ആദ്യ ബാച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുകയാണ്. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനവും വലിയ ആശ്വാസമാണ് പകരുന്നത്. ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും കേന്ദ്ര സർക്കാർ കടം എഴുതിത്തള്ളാൻ തയ്യാറാകാതിരുന്നപ്പോഴാണ് 18 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുന്നത്. പല സ്ഥലങ്ങളിലും ദുരന്തബാധിതരുടെ വീടുകൾ ഉയർന്ന് അതിലേക്ക് പോകുമ്പോൾ ഒരാശങ്ക നിറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു ഈ കടബാധ്യത എന്നുള്ളത്. അത് കേരള സർക്കാർ അത് ഏറ്റെടുത്ത് തീർത്തു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. വേറൊരു സംവിധാനത്തെ ആശ്രയിക്കാതെ നമ്മുടെ സർക്കാർ തന്നെ എടുത്ത ഈ ഒരു തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. എല്ലാ ബാങ്കിലുണ്ടാകുന്ന എല്ലാ വായ്പകളും പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കുക എന്ന് പറയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ദുരന്തബാധിതരുടെ മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളിയ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനത്തിലെ വ്യത്യാസം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി ശക്തമായി ഉന്നയിക്കുമെന്ന ഉറപ്പാണ്. ഈ സാധാരണക്കാരോടും ദുരന്തബാധിതരോടും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരോടും എല്ലാം അവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പറയുന്ന വായ്പ ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം വിപുലമായ രീതിയിൽ നടത്താനാണ് സർക്കാർ ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മാതൃകാ പദ്ധതിയായ ഈ ടൗൺഷിപ്പും ദുരന്തബാധിതർക്കായി നടപ്പാക്കിയ മറ്റു പദ്ധതികളും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രധാന നേട്ടമായി അവതരിപ്പിക്കുമെന്ന ഉറപ്പാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.